ശരി ശരി ശ്രീ യുവരാജ് ഗോകുൽ, ഇന്ന് മന്ത്രിമാരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അസ്വാഭാവികത ഒന്നും കാണേണ്ടതില്ല എന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ? നിങ്ങൾ പറയുകയാണ് മുഖത്തേറ്റ അടിയാണ് സർക്കാരിൻ്റെതെന്ന്. മഞ്ജുഷ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, രണ്ട് പാർട്ടികളാവുമ്പോൾ, പ്രത്യേകിച്ച് രണ്ട് മുന്നണികളിലും ഐഡിയോളജിക്കലി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന പാർട്ടികളും കൂടെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് അതിൻ്റേതായ ഒരു തലമുണ്ടാകണം. ഇത് ഇപ്പോൾ ഇവരുടെ പരാതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരാതി എന്നല്ല, അതവർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ മഞ്ജുഷ ഉൾപ്പെടെ പറയുന്നത് മൈ ഗവൺമെൻറ് എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ ഉത്തരവാദിത്വപ്പെട്ട യുവജന സംഘടനകളാവട്ടെ, വിദ്യാർത്ഥി സംഘടനകളാകട്ടെ, വിമർശിക്കാം. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഗവർണറുടെ തന്തയുടെ വകയല്ല കേരളം. ഗവർണർ ഒരു ഗവർണർ, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളെ വിമർശിക്കുന്നതൊക്കെ തന്തയ്ക്ക് വിളിക്കുകയാണ് പരസ്യമായിട്ട്. ഇതുവരെയായിട്ടും CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഉത്തരവാദിത്വപ്പെട്ടവരോ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവരെ തിരുത്തുന്നത് നമ്മൾ കണ്ടോ? ഇല്ല. പകരം പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ വണ്ടി തടഞ്ഞു നിർത്തുക, അതിൽ കമ്പി എടുത്തിട്ട് അടിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ നീണ്ട പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനാ തലത്തിലേക്ക് തന്നെ എടുക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്താണ് ഇതിനകത്ത് വായിക്കുന്നത്. ഞാൻ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞു എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. അതിനകത്തൊരു പാരഗ്രാഫ് നമ്പർ 115 അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ്. ഞാൻ അത് മാത്രം ഒന്ന് വായിക്കാം. മൈ ഗവൺമെൻറ് ഈസ് സക്സസ്ഫുള്ളി ക്യാരിയിങ് ഔട്ട് ദ സ്കീം ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഇൻ ഓർഡർ ടു അഷ്വർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദി പൂവറസ്റ്റ് ഓഫ് ദി പൂവർ. About 500 crore helpless and the needy are covered under social security pension. At present, approximately rupees 900 crore is provided per month for the disbursal of these social security pensions and welfare fund board pensions. My government is successfully carrying out എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വികലാംഗ പെൻഷൻ 5 മാസമായിട്ട് കിട്ടാതെ കയറി ഇറങ്ങി പരാതി കൊടുത്ത് അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞതിന് ശേഷം ഒരു വികലാംഗൻ, ഒരു ദിവ്യാംഗൻ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സാധനം ഗവൺമെൻറ്റിൻ്റെ നയപ്രായം. ഇതുകൊണ്ടാണ് ഗവർണർ വായിക്കാത്തതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് എല്ലാവരും ദൃക്സാക്ഷികളാണ്. നമ്മളെല്ലാവരും ഡേ ബൈ ഡേ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാണുന്നതാണ്. പക്ഷേ അതിലൊക്കെ വഴിതിരിച്ച് വിട്ടുകൊണ്ട്, വാർത്തകളെ വഴിമാറ്റി വിട്ടുകൊണ്ട്, യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർന്നു വരാത്ത തലത്തിൽ അനാവശ്യമായ ഒരു പ്രശ്നം കുക്കപ്പ് ചെയ്ത് അത് ഗവർണറുടെ നേരെ തിരിച്ചു വിട്ട് വാർത്തകൾ ആ വഴിക്ക് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രതികരിക്കണ്ടേന്നേ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് എന്താണ്? അത് ഗവർണർ അത് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നാലും ശരി തന്നെയാണ്, ഗവൺമെൻറ് ആയിരുന്നാലും ശരി തന്നെയാണ്. ഒരു മുന്നണി പോലെയാണ് ഇവിടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ പോലെ തന്നെയാണ് ശ്രീ VD സതീശനും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങളിൽ ഇവരാരും തന്നെ പ്രതികരിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള എതിർസ്വരങ്ങൾ ജനാധിപത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെന്നേ. അത് ഗവൺമെന്റിന് ഒരു തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട്